ഹായ് ഹലോ, കാറ്റർപില്ലർ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ 2 ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഒരു വലുതും ഒരു ചെറിയ ബീട്രൂട്ടും. ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കുനുകുനായിട്ട് അരിയണം. അതിൻ്റെ തൊലിയെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മുട്ടക്ലോസിനേക്കാളും കൂടുതൽ ഇഷ്ടം ബീട്രൂട്ടാണ്. മെഴുക്കുരട്ടി എനിക്കിഷ്ടമാണ്, തോരൻ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇത് അരിഞ്ഞതിന് ശേഷം നമുക്ക് കുനുകുന അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിയുന്നത് നമുക്ക് മെഴുക്കുരട്ടിക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തോരനല്ലേ ഉണ്ടാക്കുന്നത്. ഇതിനെ കുനുകുന അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നന്നായിട്ടെല്ലാം അരിഞ്ഞെടുക്കണം. വലിയ കഷ്ണങ്ങളാവാൻ പാടില്ല, തോരനല്ലേ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതും മുറിച്ചെടുക്കാം. ബ്ലഡൊക്കെ വയ്ക്കാൻ നല്ലതെന്നാണ് പറയുന്നത് ബീട്രൂട്ട്. ചിലർക്കൊന്നും ഇത് ഇഷ്ടാവില്ല, ഇതിൻ്റെ ചെവ ഇഷ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് ചേർക്കാം. അതിനുശേഷം ഒരു സവാള ഫുള്ളായിട്ട് എടുക്കണം. ഇതും നല്ല കുനുകുന അരിഞ്ഞെടുക്കണം. ഇതും അതുപോലെ തന്നെ കുനുകുന അരിഞ്ഞെടുക്കാം. ഒരു സവാള മതിയാവും, ഒരുപാട് സവാള ആയാലും മതിരിക്കും. ഓൾറെഡി ബീട്രൂട്ടിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. ഒരു സവാള മതിയാവും. അതിനുശേഷം നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. നല്ല ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. അത്യാവശ്യം കുറച്ച് കടുക് മതിയാവും. അതിനുശേഷം എണ്ണ നല്ല ചൂടായി, കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ചേർത്തതിന് ശേഷം എനിക്ക് നല്ല കടുക് വേണം കേട്ടോ. വറ്റൽമുളക് ഇട്ടു. അതിനുശേഷം കറിവേപ്പില ഇട്ടു. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ബ്രൗണിഷ് നിറമൊന്നും ആവണ്ട കേട്ടോ. സവാളയുടെ പച്ചമയം മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കിയാൽ മതിയാവും. ഈ എരിവ് വേണ്ടവരാട്ടോ പച്ചമുളകും വറ്റൽമുളകും മുളക് പൊടിയും എനിക്ക് എരിവ് നല്ല വേണം.
അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വഴട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതും ഒന്ന് വഴട്ടിയെടുക്കാം. നന്നായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ അത്രയും ഉപ്പിട്ടു. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം. കാരണം ഇതിൻ്റെ പച്ച നമുക്ക് ചിലർക്കൊന്നും ഇതിൻ്റെ പച്ച ഇഷ്ടമാവില്ല. ഒരു പച്ച ചവയുണ്ടല്ലോ ബീറ്റ്റൂട്ടിന്, ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു. വറ്റൽമുളക് ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. അപ്പം ആ എരിവ് കറക്റ്റ് ആവും. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം നമുക്ക് കൈകൊണ്ട് തളിച്ച് കൊടുക്കാം. ഇതുപോലെ തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് മതി. അത് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു ജാറിലേക്ക് പകുതി തേങ്ങ, പകുതി മുറി തേങ്ങയും, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് ജീരകവും കൂടെ നമുക്ക് ചേർത്തിട്ട് കുറച്ചൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, തോരനല്ലേ. ഓക്കെ, അരച്ചെടുത്തു. ഇത്ര അരിഞ്ഞാൽ മതി. ഈ അരപ്പ് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീറ്റ്റൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല വെന്തിട്ടുണ്ട്, നല്ല വെന്തു. നല്ല വെന്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഈ ബീറ്റ്റൂട്ടിലേക്ക് നല്ല വെന്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ഫുള്ളായിട്ട് ചേർത്തു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഓക്കെ, ആ വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ തോരൻ. ഇതിപ്പോൾ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. നാളെ ഒരു നല്ലൊരു ഡിഷായിട്ട് വരാം. ഓക്കെ, ബൈ.